നമസ്കാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങളുടെ ജീവിതം ഒരു റോക്ക് സ്റ്റാർ ജീവിതം പോലെയാണെന്ന് പറയാം. അവ അതിശക്തമായ പ്രകാശത്തോടെ ജനിക്കുന്നു, ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളരുന്നു, ഒടുവിൽ അത്യന്തം നാടകീയമായി ഇല്ലാതാകുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന നമ്മുടെ സൂര്യനെ പോലെയുള്ള സാധാരണ നക്ഷത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ഭീമൻ നക്ഷത്രങ്ങൾ വെറും ഏതാനും ദശലക്ഷം വർഷങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇത്തരത്തിൽ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് WOH-G64. ഭൂമിയിൽ നിന്ന് ഏകദേശം 1,60,000 പ്രകാശവർഷം അകലെ ആകാശഗംഗയുടെ ഉപഗാലക്സിയായ ലാർജ് മാഗല്ലനിക് ക്ലൗഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രങ്ങളുടെ ജനന മരണങ്ങളെക്കുറിച്ചുള്ള നിലവിലെ ധാരണകളെ തിരുത്തിക്കുറിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ശാസ്ത്രജ്ഞർ ഈ നക്ഷത്രത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. സൂര്യൻ്റെ 28 മടങ്ങ് പിണ്ഡമുള്ള ഈ നക്ഷത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ വലിപ്പം സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. സൂര്യൻ്റെ സ്ഥാനത്താണ് WOH-G64 ഇരുന്നതെങ്കിൽ അതിൻ്റെ ഉപരിതലം വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഭ്രമണപഥങ്ങൾ വരെ എത്തുമായിരുന്നു. അതായത് സൂര്യനേക്കാൾ 1500 മടങ്ങ് വ്യാസവും 3,00,000 മടങ്ങ് പ്രകാശ തീവ്രതയും ഇതിനുണ്ട്. പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് ഈ നക്ഷത്രത്തെ ഒന്ന് ചുറ്റി വരാൻ ഏകദേശം 6 മണിക്കൂർ സമയം ആവശ്യമായി വരും. എന്നാൽ ഇത്രയേറെ വലിപ്പമുണ്ടായിട്ടും ഈ നക്ഷത്രത്തിൻ്റെ ആയുസ് വെറും 1 കോടി വർഷം മാത്രമാണ്. 450 കോടി വർഷം പ്രായമുള്ള നമ്മുടെ സൂര്യന് ഇനിയും 500 കോടി വർഷം കൂടി ആയുസ്സുണ്ടെന്നത് കണക്കിലെടുക്കുമ്പോൾ ഈ നക്ഷത്രം അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. WOH-G64 അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങളാണ് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നത്. 2014 ഈ നക്ഷത്രത്തിൻ്റെ നിറത്തിൽ പ്രകടമായ മാറ്റം അനുഭവപ്പെട്ടു. സാധാരണഗതിയിൽ റെഡ് സൂപ്പർ ജയന്റ് വിഭാഗത്തിൽപ്പെട്ടിരുന്ന ഈ നക്ഷത്രം പെട്ടെന്ന് ഒരു യെല്ലോ ഹൈപ്പർ ജയന്റായി മാറി. നക്ഷത്രങ്ങളുടെ പരിണാമചരിത്രത്തിൽ ഇത്തരം മാറ്റങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് സംഭവിക്കാറുള്ളത്. എന്നാൽ മനുഷ്യായുസ്സിനിടയിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇത്ര വേഗത്തിൽ ഒരു നക്ഷത്രം അതിൻ്റെ സ്വഭാവം മാറ്റുന്നത് മുൻപ് കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. യാതൊരുവിധ പൊട്ടിത്തെറികളോ സ്ഫോടനങ്ങളോ ഇല്ലാതെയാണ് ഈ നിറം മാറ്റം സംഭവിച്ചത് എന്നത് നിലവിലുള്ള ശാസ്ത്രീയ മാതൃകൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ പ്രതിഭാസം ഒരു നക്ഷത്രത്തിൻ്റെ മരണത്തിന് തൊട്ട് മുൻപുള്ള ഘട്ടമാണോ എന്നതാണ് ഇപ്പോൾ ഗവേഷകർ തിരയുന്ന പ്രധാന ചോദ്യം. സൂര്യനേക്കാൾ 8 മുതൽ 23 മടങ്ങ് വരെ ഭാരമുള്ള നക്ഷത്രങ്ങളിൽ റെഡ് സൂപ്പർ ജയന്റുകളായി മാറി ഒടുവിൽ സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ 23 മടങ്ങിന് മുകളിൽ പിണ്ഡമുള്ള നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ ശാസ്ത്രത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല. അവ സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമോ, അതോ നേരിട്ട് ഒരു തമോദ്വാരമായി മാറുമോ, അതോ മരണത്തിന് മുൻപ് ഇത്തരത്തിൽ മഞ്ഞ നിറമുള്ള നക്ഷത്രങ്ങളായി മാറുമോ എന്നത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നു. WOH-G64 മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ വലിയ ചോദ്യത്തിന് ഉത്തരം നൽകിയേക്കാം. കൂടാതെ ഈ നക്ഷത്രത്തിന് സമീപം മറ്റൊരു നക്ഷത്രം കൂടിയുണ്ടെന്നും അവ പരസ്പരം ഗുരുത്വാകർഷണ ബലത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നും നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഇരട്ട നക്ഷത്രങ്ങൾ തമ്മിലുള്ള സമ്പർക്കമാകാം നക്ഷത്രത്തിൻ്റെ നിറമാറ്റത്തിന് കാരണമെന്നും ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. എന്തായാലും WOH-G64 നൽകുന്ന ഓരോ പുതിയ വിവരവും നക്ഷത്രങ്ങളുടെ ജീവിതചക്രം എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു. വരും വർഷങ്ങളിൽ ഈ നക്ഷത്രത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിലെ ഭീമൻ നക്ഷത്രങ്ങളുടെ അന്ത്യം എങ്ങനെയെന്ന് നേരിട്ട് കാണാൻ സാധിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്വമയി TV.